ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം. അമനകര ഭരതസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പലങ്ങളിൽ മൂന്നാമത്തേതാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം. പാലാ തൊടുപുഴ റൂട്ടിൽ രാമപുരത്ത് നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാറിയാണ് ഭരതക്ഷേത്രം നിലകൊള്ളുന്നത്. രാമപുരത്തുള്ള ഈ പ്രദേശത്തിന് അമനകര എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഈ പ്രദേശത്ത് 5 പ്രസിദ്ധങ്ങളായ ബ്രാഹ്മണ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം ഐമനക്കരെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെന്നും അത് കാലക്രമേണ ലോപിച്ച് അമനകര എന്ന പേരിൽ എത്തിച്ചേർന്നു എന്നുമാണ് വിശ്വാസം. നിർവികൽപ നിർമ്മലം നിരാമയം ചിദേകരൂപ സന്തതം ഭജേഹ രാമമദ്വയം ഭവാബ്ധിപോദരൂപകം. ക്ഷേത്രത്തിന്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് വിശാലമായ ക്ഷേത്രക്കുളമാണ്. ഈ കുളത്തിനും ചില പ്രത്യേകതകളുണ്ട്. സമീപകാലം വരെ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ ആറാട്ട് നടത്തിയിരുന്നത് ഈ ക്ഷേത്രക്കുളത്തിലായിരുന്നു. മാത്രമല്ല, ഈ ക്ഷേത്രക്കുളത്തിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തുന്നത് പിതൃപ്രീതികരമാണെന്നും ഉദരസംബന്ധമായ രോഗങ്ങൾ ശമിക്കുന്നതിന് നല്ലതാണെന്നും സന്താനഭാഗ്യകാരകമാണെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. നാലമ്പലത്തിലെ ഇതര ക്ഷേത്രങ്ങളെപ്പോലെ അമനകരയും കേരളീയ വാസ്തുരീതിയിൽ പണികഴിപ്പിച്ചതാണ്. ഇവിടെ ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ഭരതസ്വാമി കുടികൊള്ളുന്നു. ശംഖാഭിഷേകം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്ന് വധഭീഷണി നേരിട്ടിരുന്ന മാർത്താണ്ഡവർമ്മ കുറച്ചുകാലം ഈ ക്ഷേത്രത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നതായി ഒരു ഐതിഹ്യം നിലവിലുണ്ട്. പഴയകാലത്ത് വനഭൂമിയായിരുന്ന ഈ പ്രദേശത്ത് അധികാരത്തിലേറിയ ശേഷം മാർത്താണ്ഡവർമ്മ നിർമ്മിച്ചതാണ് ഭരതക്ഷേത്രം മുതൽ ശത്രുഘ്ന ക്ഷേത്രം വരെയുള്ള പാതയെന്നും വിശ്വസിക്കപ്പെടുന്നു. കുംഭമാസത്തിൽ നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് അമനകരയിലെ പ്രധാന ഉത്സവം. എങ്കിലും കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനകാലവും ഇവിടെ ഉത്സവകാലം പോലെയാണ്. ശംഖാഭിഷേകം, താമരപ്പൂമാല സമർപ്പണം, പായസ നിവേദ്യം എന്നിവയെല്ലാം ഈ സന്നിധിയിലെ പ്രധാന വഴിപാടുകളാണ്. രാമപുരത്തെ നാലമ്പലങ്ങൾ ഏത് കാലത്ത് പണികഴിക്കപ്പെട്ടു എന്നതിന് വ്യക്തമായ ചരിത്രരേഖകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഏതാണ്ട് 1500 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് കരുതുന്നു. ത്രേതായുഗത്തിലെ രാമന്റെ വനവാസവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശങ്ങൾ പ്രസക്തമാകുന്നത് എങ്കിലും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് നാലമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. നാലമ്പലങ്ങളിലെ രാമലക്ഷ്മണ ക്ഷേത്രങ്ങൾ കിഴക്ക് ദർശനമായിരിക്കുമ്പോൾ ഭരതക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്നതിനും ഒരു ഐതിഹ്യമുണ്ട്. ജ്യേഷ്ഠനായ രാമൻ എഴുന്നള്ളി വരുന്നതും കാത്തിരിക്കുന്ന ഭരതസങ്കല്പമാണ് ഇതിനു പിന്നിൽ. രാമായണ മാസമായി ആഘോഷിക്കപ്പെടുന്ന കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് നാലമ്പല ദർശന പുണ്യം പകർന്നുകൊണ്ട്
ഭ്രാതൃഭക്തനായ ഭരതസ്വാമി ഇവിടെ വിരാജിക്കുന്നു. രാമനാമജപത്തോടെ ഈ സന്നിധി വലം വച്ച് നമുക്ക് യാത്ര തുടരാം.